നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ട് വിഷുഫലമായി ഈ വർഷം പ്രായേണ 2016ഓടുകൂടി പല പ്രകാരത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പുരോഗതിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടൊക്കെ ഉണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീർന്നിരുന്നു. ഉദ്യോഗത്തിലോ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലോ പല പ്രകാരത്തിലും പലർക്കും നഷ്ടകഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ കഴിഞ്ഞ 2016 ആണ്ടിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലമായിരുന്നു. എന്നാൽ ഈ ഒരു അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഐശ്വര്യത്തോടു കൂടിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വരുന്ന സെപ്റ്റംബർ മാസം വരെ തുടരും. എന്നാൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ കാര്യങ്ങൾക്കെല്ലാം സ്വല്പം വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവയോഗ്യമായി തീരുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതാണ്. സ്വന്തം നിലയിൽ നിശ്ചയിക്കുന്ന കാര്യങ്ങളിലും കരാർ ഒപ്പുവയ്ക്കുന്ന കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ തൊഴിൽ മാറ്റവും എല്ലാം തന്നെ പരമാവധി സെപ്റ്റംബർ മാസത്തിന് മുൻപായിരിക്കും നന്നാവുക. അതിനുശേഷം ഒരു വർഷത്തേക്ക് പ്രായേണ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കുടുംബത്തിൽ സ്വല്പം കലഹം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. ദാമ്പത്യത്തിന് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായിട്ടും വേണ്ടതാണ്. ദേഹചര്യകളിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ട് മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഉചിതമല്ലാത്തതാണ്. ഔദ്യോഗിക തലത്തിൽ വളരെയധികം ചുമതലകൾ വർദ്ധിക്കും, അധികാരപരിധി വർദ്ധിക്കുമെങ്കിലും നിലവിലുള്ളത് ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ നിലവിലുള്ളത് ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലകൾക്ക് പ്രവേശിക്കുന്നതോ അത്ര ഗുണകരമല്ലാത്തതാണ്. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഔദ്യോഗികമായുള്ള അധികാരപരിധി വർദ്ധിക്കുന്നത് ഏറ്റെടുക്കാൻ സാധിക്കാത്തതിനാൽ ഒരുപക്ഷെ വിദേശ ഉദ്യോഗം ഉപേക്ഷിക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. വാഗ്വാദങ്ങളിൽ നിന്നും പറ്റുന്നതും ആവുന്നതും ഒഴിവായി ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ഏതൊരു കാര്യത്തെയും വിട്ടുമീഴ്ച മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യത കാർത്തിക നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഇവരുടെ പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾക്ക് കുടുംബക്കാരും വേണ്ടപ്പെട്ടവരൊക്കെ വിരോധികളായി തീരുമെങ്കിലും വളരെ ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകളോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കണം. ഗൃഹത്തിൽ പല വിധത്തിലുള്ള കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് സമീപ പ്രദേശത്തുള്ളവരുടെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങളെ കൊണ്ടും ഒരുപക്ഷെ മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. മറ്റു ചിലർക്ക് അന്യനാട്ടിൽ താമസിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ ചെലവ് വർദ്ധിക്കുന്നത് വഴി കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള വിഘാതങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ യോഗമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അംഗീകാരം എടുത്തു കളയുന്നത് വഴിയും സ്ഥാനമാനങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ടും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നത് ഏതൊരു വിദ്യാർത്ഥികൾക്കും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തി അഹോരാത്രം പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, പ്രസ്ഥാനത്തിന് നേട്ടമുണ്ടാകും, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരും. ആർജിക്കുന്ന വിജ്ഞാനവും നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയിൽ നേട്ടമുണ്ടാവുകയില്ല, മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീർന്നു എന്നറിഞ്ഞതിനാൽ ആശ്വാസം, സമാധാനം, കൃതാർത്ഥത എന്നിവ ഉണ്ടായിത്തീരും. പൊതുവെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ 2017 ആണ്ടിലെ വിഷഫലമായി വിപരീതമായിട്ടുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമസ്കാരം.